നഷ്ടപ്പെടാമെന്ന് വിചാരിക്കണ്ട. എവിടെയാണ് അത് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നത്? പറയൂ. മോങ്ങാതെ കാര്യം പറയണേ. സത്യമായിട്ട് എനിക്കറിയില്ല. ഞാൻ നിരപരാധിയാണ്. നീ സത്യം പറയില്ല. നീ മരിക്കുന്നതാണ് നല്ലത്. സേതുലക്ഷ്മി, ഞങ്ങളുടെ കാർ കയറിക്കുള്ളൂ, ഡ്രോപ്പ് ചെയ്യാം. മേക്കപ്പ് ഒക്കെ വീട്ടിൽ ചെന്നിട്ടായിരിക്കും. ശരി. ഇതിലേ ഇറങ്ങും. വല്ലയിടത്തും കൊണ്ട് മുറിയരുത്, സെപ്റ്റിക് ആവും. വണ്ടി ലേശം പഴയതാ. തുറക്കാൻ സ്റ്റക്കായിപ്പോയി. ഓക്കെ, ഗുഡ് നൈറ്റ്. നില്ല് ഗുഡ് നൈറ്റ് പറഞ്ഞെങ്കിൽ പൊയ്ക്കളയാതെ. ഞങ്ങൾ ഇനിയിപ്പോ വീട്ടിൽ പോയി വല്ലതും ഉണ്ടാക്കി കഴിക്കാന്ന് പറഞ്ഞാൽ അത് വലിയ പാടാ. കൊച്ചിന്റെ ഫ്രിഡ്ജ് വല്ല ഇരിപ്പുണ്ടോ? ഒന്നുമില്ല. ഹോട്ട് കാരറി വല്ലതും കാണും. പോകുന്ന വഴിക്ക് നല്ല റെസ്റ്റോറന്റുകൾ ഉണ്ടല്ലോ. അതൊക്കെ ഭയങ്കര കഴുത്തറപ്പല്ലേ. ഞങ്ങൾക്ക് അങ്ങനെ ഹെവി ആയിട്ടൊന്നും വേണ്ട. ഒരു 2 ബിസ്ക്കറ്റ്, ഒരു ഗ്ലാസ് പാല് പോരടേ. ധാരാളം. നീ വാ. ബിസ്ക്കറ്റ് കാണുമെന്ന് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ. സേതുലക്ഷ്മി എടുത്ത് കഴിച്ചോ. വേണ്ട, എനിക്ക് ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി ഉണ്ടായിരുന്ന എന്നിട്ടാണോ ഈ ഉണക്ക ബിസ്ക്കറ്റ് ഞങ്ങൾക്ക് തന്നത്? അത് ബിസ്ക്കറ്റ് മതി എന്ന് പറഞ്ഞിട്ടല്ലേ. നാടകം ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? സേതുലക്ഷ്മി കലക്കി. ചുമ്മാ മുഖസ്തുതി പറയല്ല. ഇന്ന് അവൻ റിഹേഴ്സലിന്റെ അത്ര പറ്റിയില്ല. നീ മഹാ തല്ലിപ്പൊളിയായിരുന്നു. നീ ഉഗ്രനാണെന്ന് ഞാൻ പറഞ്ഞാലോ? നീ ഉഗ്ര എന്ന് ഞാൻ പറയാം. അയ്യടാ, ഒരു 100 വട്ടം പറഞ്ഞു കൊടുത്താ തോക്ക് അങ്ങനെ പിടിക്കണമെന്ന്. That must be her car. No, she doesn't have any car. Somebody's inside. We better be careful. Let's wait. Somebody's coming. ഞാൻ തോക്ക് ശരിക്കും എന്നാ പിടിച്ചത്. നീ കൂടുതൽ കയറിയങ്ങ് ഡയറക്റ്റ് ചെയ്യല്ലേ. ഈ പെണ്ണുങ്ങളെ മുമ്പ് വെച്ച് നീ കൂടുതൽ കയറിയങ്ങ് ഡയറക്റ്റ് ചെയ്യല്ലേ. സേതുലക്ഷ്മി എന്നെ പറ. ഇംഗ്ലീഷ് പടത്തിൽ അവന്മാര് തോക്ക് വെച്ച് കാണിക്കുന്ന ഒരു വേലയുണ്ടല്ലോ. ഒരുമാതിരി പടക്കത്തിന് തിരുവോളം നീ ചെയ്യുന്ന നമ്മൾ കണ്ടു. അല്ലെങ്കിൽ തട്ടി കയറുമ്പോ പണ്ടേ നിന്റെ മുട്ട് പറിക്കും. They look like the Indian police. No, I think they the CIDs. നീ കൂടുതൽ പ്രസംഗിക്കൊന്നും വേണ്ട. തോക്ക് വെച്ച് വെടിവെക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം. ഇവനാണോ ഞാനാണോ ശരി എന്നുള്ള സേതുലക്ഷ്മി നോക്ക്. ആദ്യം തോക്ക് ഇങ്ങനെ പിടിക്കണം. പിന്നെ ഇടത് അതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കണം. പിന്നെ ആളിനെ നോക്കിയിട്ട് എയിം ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെയൊന്നുമല്ല. നീ അവിടെ നോടി ഇങ്ങോട്ട് വന്നേ, ഞാൻ കാണിച്ചു തരാൻ മതി. They tried to shoot us. They are CIDs from India. So what Robert Redford told us must be true. They try to shoot at us. They must know everything. They're doing an open fire investigation. They even wear the official costume. Do you see her with the crown? I didn't see. Then search our house immediately for the crown. I know she's got it there. നല്ല 5-6 കൂളിംഗ് ഗ്ലാസ് വാങ്ങിക്കണം. 5-6? ഡ്രസ്സിന്റെ നിറത്തിനനുസരിച്ച് മാറ്റി മാറ്റി വെക്കാലോ. ഈശ്വര, ഇതൊക്കെ ഞാൻ ഏത് കണക്കെ കൊണ്ട് പെടുത്തുവെന്തോ. കള്ളനെ പിന്തുടരാൻ ഹെലികോപ്റ്റർ വാടക എടുത്തു. $2000 ആ വഴിക്ക് മാറി കിട്ടൂലേ. ദാസ, ഇതൊന്നും ആലോചിച്ച് നീ വിഷമിക്കണ്ട. കണക്കൊക്കെ ഞാൻ ശരിയാക്കി തരാം. നമ്മുടെ ജ്യൂസൊക്കെ തീർന്നു. ജ്യൂസ് അല്ല, അങ്ങനെ പലതും വാങ്ങിക്കാനുണ്ട്. അതെ, എല്ലാം വാങ്ങിച്ചപ്പോഴേ നമുക്കങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കാം അല്ലേ? അവരാരാണെന്ന് മനസ്സിലായോ? നോക്കേ, എന്തായിരുന്നു നിന്റെ ആ പെണ്ണിന്റെ പേര്? ഗീത. എടാ, നമ്മള് വേഷം മാറിപ്പോടാ നന്നാക്കാൻ ഒരു വീട്ടിൽ പോയിട്ട് ആപ്പിലായി. കൊച്ചിയില്? അത് തന്നെ. അവരെങ്ങനെ ഇവിടെ എത്തി? അവരല്ലേ അത്? തന്നെ തന്നെ. നീ വാ. അയ്യോ, അമ്മ എപ്പോഴാ ഇവിടെ എത്തിയത്? അമ്മയോ? അമ്മയ്ക്ക് എന്നെ മനസ്സിലായില്ലേ? അമ്മ എപ്പോഴാ ഇവിടെ എത്തിയത്? അമ്മ, ഇത് ഞാൻ സി.ഡി. രാംദാസിന് അമ്മ മറന്നോ? അമ്മ, എനിക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. അമ്മ, അയ്യോ, അമ്മ, ഇത് ഞാൻ കാണിക്കുന്നത് പട്ടാപ്പകല് പെണ്ണുങ്ങളെ പിടിക്കുന്നു. അയ്യോ, ഇത് പിന്നെ ഗീതയുടെ അമ്മയാണെന്ന് ഞാൻ വിചാരിച്ചു. അടിച്ചതിന്റെ ഇതെന്റെ ഭാര്യ. അല്ല, സത്യമായിട്ട് നിങ്ങൾ? ഞാനങ്ങ് പേടിച്ചു പോയി. ഞാനും പേടിച്ചു പോയതേ. അല്ല, സത്യമായിട്ട് നിങ്ങൾ ഗീതയുടെ അമ്മയല്ലേ?
ചിലപ്പോ എറണാകുളത്തുള്ള എന്റെ ചേച്ചിയുടെ അത് തന്നെ കാര്യമായിരിക്കും കൊച്ചിയില്. ആ കൊച്ചിയില് ഞങ്ങള് രണ്ടുപേരും കണ്ട ഒരുപോലല്ലേ? അത് ശരി. എടാ എടാ ഗീതയുടെ അമ്മയുണ്ടല്ലോ, ഈ ചേച്ചിയുടെ ചേച്ചിയാ. നിങ്ങൾ ഇരട്ട പിള്ളേരാ? അതെ. അയ്യോ സത്യമായിട്ട് ഞാൻ ഗീതയുടെ അമ്മയാണെന്ന് വിചാരിച്ചേട്ടാ. സോറി. അത് പോട്ടെ. കമ്മീഷണർ ഒരു 100 വട്ടം ഫോൺ ചെയ്തിരുന്നു. നിങ്ങൾ ഓഫീസിൽ വരാറില്ല, വീട്ടിൽ വിളിച്ചാൽ കാണാറില്ല. നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങൾ എവിടെയൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് എന്നോടെങ്കിലും ഒന്ന് പറയണ്ടേ? ഞങ്ങൾ എല്ലാ കാര്യവും രഹസ്യമായിട്ടാ ചെയ്യുന്നത്. അതാണ് സേഡികളുടെ ഒരു രീതി. മണ്ണാൻ കട്ട. ഇത്രയും കാലമായിട്ടും അന്വേഷണത്തിന്റെ റിപ്പോർട്ടെങ്കിലും നിങ്ങൾ അങ്ങോട്ട് അയച്ചോ? കമ്മീഷണർ ചൂടായിട്ടിരിക്കുകയാണ്. ഇവിടെ തെക്ക് വടക്ക് നടക്കാനാണോ സർക്കാർ കാശ് മുടക്കി നിങ്ങളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്? അയ്യോ സാർ, അങ്ങനൊന്നുമില്ല. എങ്ങനെയില്ല? ഒരക്ഷരം പറയണ്ട. ഇനി നിങ്ങളുടെ ചെലവിലേക്കായി ഒരു ചില്ലിക്കാശ് ഞാൻ തരില്ല. പടി. കളിക്കുന്നോ? നമ്മളെ പേടിപ്പിക്കാൻ അയാൾക്ക് എന്താ അധികാരം? അയാൾ കാശ് തരില്ല പോലും. അയാൾ തറവാട്ട് സ്വത്തല്ലേ കാശ്. അയാള് ചെലച്ചോണ്ടിരുന്നപ്പോ നീ എന്താ ഒന്നും മിണ്ടാതിരുന്നത്? നിന്റെ നാം ഇറങ്ങിപ്പോയോ? നീ എന്താ ഒന്നും മിണ്ടായിരുന്നത്? നിന്റെ നാ ഇറങ്ങിപ്പോയോ? ചുട്ട മറുപടി കൊടുക്കാൻ പാടില്ലായിരുന്നു അപ്പോഴേ. നീ നല്ല മറുപടി പറഞ്ഞോളും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാനും അതേ വിശ്വാസത്തിൽ വെയിറ്റ് ചെയ്യായിരുന്നു. ആരായാള്? എംബസിയിലെ ഒരു സർക്കാർ ഒരു തുക്കട ഉദ്യോഗസ്ഥൻ. നമ്മളെ പ്രമാദമായ ഒരു കേസ് അന്വേഷണത്തിന് ഇന്ത്യ നയിച്ച സീഡീസ്. പിന്നെ അങ്ങനെ സീഡികളെ കയറി ഭരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ 2 വാക്ക് പറഞ്ഞിട്ട് വരാം. ഓക്കെ. Three, 4, 5, and 10. ആയിക്കോട്ടെ. Like another bag? ഒരു ബാഗ്. Hi, mister. Come. Kmart security, sir. Did you forget to pay for something, sir? Did you forget to pay for something? അയ്യോ, Come on. അയ്യോ, അയ്യോ. How did this get in your pocket? Did you pay for it? I've seen a lot of people like you. അയ്യോ, എന്തുവാ പറയുന്നേ? ഞാൻ എടുത്തിട്ടില്ല. എന്റെ അച്ഛനാണ് ഞാൻ എടുത്തിട്ടില്ല. I want Angba for me. You bloody thief. കൊല്ലാൻ നോക്കുന്നു. ഞാൻ ആരെന്ന് വിചാരിച്ചു? ICID of the India. No take pen. Menon come. What the hell is he saying? അവിടെ വന്നു. എന്റെ നെക്ക് പിടിച്ചു വീണു. ഞാൻ പേന പോക്കറ്റ് കയറി കണ്ടില്ല. I no take pen. Call the police. പോലീസാ? നിങ്ങൾ അങ്ങനെ ചൂടാകേണ്ട കാര്യമൊന്നുമില്ല. മേലുദ്യോഗസ്ഥന്മാര് വരെ ഞങ്ങളെ സെല്യൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. മനസ്സിലായോ? CD രാംദാസ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലും കേരളത്തിലും എന്തുമാത്രം വിലയുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് പെരുമാറില്ലായിരുന്നു. നിങ്ങൾ ആരെ? നിങ്ങൾ എംബസിയിലെ ഒരു സാധാ ഉദ്യോഗസ്ഥൻ. ആരറിയും ശിവദാസ മേനോനെ? തമിഴ്നാട്ടിൽ ശിവദാസ മേനോൻ എന്ന് പറഞ്ഞ ആളുകൾ ഇവരോടാ ഇന്ത്യൻ സേഡികളാണോ അതോ ഒരു സാധാ ക്ലർക്കാണോ വിലയെന്ന് എനിക്ക് ഇപ്പൊ അറിയണം. ദാസാ, പോലീസ് പിടിച്ചു. ദാസാ, എന്നെ രക്ഷിക്ക് പോലീസ്. ദാസാ, എന്നെ രക്ഷിക്ക്. ദാസാ, എന്നെ പോലീസ് കൊണ്ടുപോകാണേ. അയ്യോ, എന്നെ കൊല്ലുമെന്നാണ്. വിജയനെ പോലീസ് പിടിച്ചോണ്ടുപോയി. വിജയനെ പോലീസ് പിടിച്ചോണ്ടുപോയി. നന്നായി. ഒരു മലയാളി CD പോലീസ് പിടിച്ചത് നന്നായെന്നോ? പോലീസുകാർ അവനെ തല്ലി കൊല്ലുന്നതിന് മുമ്പ് നമുക്ക് പോയി ഇറക്കാം സാർ. എനിക്കിപ്പോ സൗകര്യമില്ലെങ്കിലോ? ചേട്ടാ പ്ലീസ് പോലീസുകാർ തല്ലുന്നതിന് മുമ്പ് അവനെ നമുക്ക് ജാമ്യം കൊടുക്കാം. താനൊക്കെ ചത്ത് തൊലയുന്നത് തന്നെ ഇന്ത്യൻ പോലീസ് നല്ലത്. ചേച്ചി പ്ലീസ് ചേച്ചി. ചേട്ടാ പ്ലീസ് ചേട്ടാ. ഞാനാണോ വലുത്, ഒരു CID ആണോ വലുതെന്ന് താൻ ഇവിടെ നിന്ന് ശരിക്കൊന്ന് ആലോചിക്കും. ചേട്ടാ ചേച്ചി, ഇവനെന്ത് പരാക്രമമാണ് കാണിച്ചത്? എന്റെ അമ്മോ. Hey, you thief. The sheriff is calling you. Come with me. Come on. എന്തിന്? ഇനിയും തല്ലണോ? തല്ലിക്കോ, തല്ല്. Come on, I say. I am very sorry, sir. Somewhere something has gone wrong.
എന്തോ നാടാ ഇതൊക്കെ? I don't take. എടാ, ഇംഗ്ലീഷ് ഭാഷ ആവശ്യമില്ലാതെ എടുത്ത് ഉപയോഗിച്ചാൽ അതിനുള്ള ഇടി ഇവര് വേറെ തരും. നിന്റെ കുപ്പായൊക്കെ അവിടെ. We believe you. We should respect cops. സർ, വി ആർ വെരി ഫേമസ് CIDs ഫ്രം ഇന്ത്യ. Sorry, Mr. Vijay. ഒരു സോറിയും വേണ്ട. മനുഷ്യന് പറഞ്ഞാ മനസ്സിലാവണം. What is he saying? He is very weak in English language. That's okay. Wanted criminals. Yes, these guys are very notorious criminals. Anyone who gives a clue to catch these criminals will get a very substantial amount from our government. Is it? Yes, Okay, sir. Shall we make a move? sure. Thank you very much. You're welcome. Thank you. വാ. പക്ഷേ എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. എവിടെ? എനിക്കൊന്നും നാറുന്നില്ലല്ലോ. എടാ, ആ നാറ്റത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. പിന്നെ ഞാൻ എംബസിയിലെ ആ മേനോനെ പറ്റി പറയുകയായിരുന്നു. അയാൾക്കെന്താ നമ്മളോട് ഇത്ര ദേഷ്യം? ഞാൻ നിന്നെ ജാമ്യത്തിലിറക്കാനെന്ന് പറഞ്ഞപ്പോ അയാൾ എന്നോട് പറയുകയാണ്, ആ തെണ്ടി ചത്തു തൊലഞ്ഞാലും എന്റെ ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ടെന്ന്. അയാൾ അങ്ങനെ പറഞ്ഞോ? എന്റെ സംശയം വേറൊന്നാണ്. അതിരഹസ്യമായ നമ്മുടെ CID കൂടും പറയിപ്പിച്ച് രണ്ടുപേരെ എയർപോർട്ടിൽ അയച്ച് നമ്മളെ കൊല്ലിക്കാൻ ശ്രമിച്ചതും ഇയാൾ തന്നെയാണ്. അതെന്തിന്? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട്. അല്ല, എന്റെ എച്ചിൽ കഴിയുന്ന പണി ഞാൻ നിർത്തി. ഇന്ന് തന്നെ റെസ്റ്റോറന്റിലെ സ്ഥലം കണ്ടുപിടിച്ചേ പറ്റൂ. നീ കുളിക്കുന്നില്ലേ? എന്റെ ഗുളിക കഴിഞ്ഞു. നീ ഓംലെറ്റ് ഉണ്ടാക്കുക. ബ്രെഡും കൊട്ടി ഒരു പിടി പിടിക്കാം. ഓംലെറ്റ്? നല്ല വെള്ള കടലാസിൽ ഓംലെറ്റ് എന്ന് വലിയ അക്ഷരത്തിൽ എഴുതിയിട്ട് എടുത്തങ്ങ് മിഴിഞ്ഞാ മതി. നിന്റെ മറ്റോ മേടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ. മുട്ട തീർന്നോ? അല്ല, നീ എന്നാ മേടിച്ചത്? അത് ശരിയാ. ആ തള്ള കുളിക്കല്ലേ. നീ ഫ്രിഡ്ജ് തുറന്ന് ഒരു 20 മുട്ട ഇങ്ങട്. 20? ഉച്ചക്കലത്തേക്ക് രാത്രി ഇങ്ങോട്ട് ഉൾപ്പെടെ പോരട്ടെ. അതിന് നീയാ എടുക്കാൻ. എളുപ്പം ഉണ്ടാക്കി പോയി, ഞാൻ തിന്നാൻ വരാം. നീ ഇങ്ങനെ കാണിക്കരുത്. ഗുഡ് മോർണിംഗ് ആന്റി. നിങ്ങൾ ഇവിടുത്തെ പേയിങ് ഗസ്റ്റ് ആണോ അതോ നോൺ പേയിങ് തീവ്സ് ആണോ? വാട്ട് ഹാപ്പൻഡ് ആന്റി? നിന്റെ ആന്റിയും കൂന്റിയൊന്നും ഇവിടെ വേണ്ട. വാടക ചോദിക്കുമ്പോ ബബ്ബ. ഒരു സാധനം വിശ്വസിച്ച് അത് തെറ്റാൻ വയ്യ. മോഷണം. എന്റെ മക്കളെ പോലെ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറിക്കോട്ടെ എന്ന് വിചാരിച്ചത് മഹാകോടാലിയായി പോയല്ലോ. ആന്റി ജോക്കിംഗ്. നിർത്തണോ? നീയൊന്നും ഇനി മോഷ്ടിക്കരുത്. ഇത് ഞങ്ങളുടെ മുട്ടയാ? അല്ല, ഇത് ഏതോ കോഴിയിട്ട മുട്ട. ഞാന് $1 കൊടുത്ത് വാങ്ങിച്ച മുട്ട. നിനക്ക് വിവരമുണ്ട്, ബുദ്ധിയില്ല. അവരുടെ മുമ്പിൽ വെച്ചതിനെ കൊണ്ട് ഞങ്ങളോ അല്ലേ? ഇനിയിപ്പോ എന്ത് വയറ് വിഷമം? ഇത് കുരുമുളക്, ഇത് ഉപ്പ്, രണ്ടും കൂടെ തട്ടിയിട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി. രാവിലെ കയറി ആശിച്ചും പോയല്ലോ. ഇവിടെ നിർത്തും. ഇതാണ് ഞാൻ പറഞ്ഞ ഏരിയ. പണക്കാരുടെ സെന്ററാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂട്ടാം, പക്ഷെ ക്വാളിറ്റി ഗംഭീരമായിരിക്കും. ഗംഭീരമാണെന്ന് തോന്നിപ്പിച്ചാലും പോരെ. ഇവിടെ അങ്ങനെ ഒഴിഞ്ഞ വീട് കിട്ടുമോ? കിട്ടുമോ എന്ന് അന്വേഷിക്കാനാണല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. Here's a light. Hey, isn't the thing in CID? Oh my God. That's the same guys who tried to shoot us at the girl's house. CIDs! Where? There, they found the place. Jesus, Mr. Redford was right. They are smart and dangerous.
Martha, I'm gonna hide. Stop! Don't hide in the bathroom. It's dangerous. There, Sham. Where will I hide? I hide under the table. I know where I'll hide. This is no time to read a book. Come on, let's go hide. ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാം. വാടകയ്ക്ക് ഏത് വീടാണ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് അന്വേഷിക്കാമല്ലോ. They're outside. Let's shoot them down. Don't talk nonsense. We don't know whether they're with the police or not. Go and hide. I'll handle this. Martha, be careful. They're smart. I'll shoot them. You come with me. Go and hide. We are... There's nobody here except me and my husband. That's okay. We are looking for a house. But you're not looking for this house. Madam, we want to know actually... Please don't misunderstand. We're very poor people living here, It's not that. but we don't know anything about it. Madam, listen, what we want to know... No, please. There are no criminals staying in this house. What? Nothing. ഇവക്ക് വട്ടാണെന്ന് തോന്നുന്നു. ദേഹോദരം ഏൽപ്പിക്കുന്നതിന് മുമ്പ് വലിയ. We are not responsible for anything. Okay, relax. ഇതെന്തോന്ന്? ഞങ്ങൾ പോകണു. Oh, thank you, God. The CIDs have no idea that you're here. Well done, Martha. We must be more careful. Now I'm sure the CIDs are not succeeding in getting the crown from the Indian girl's home. She's hiding it somewhere. In that case, we should ask Tom and the others to search the house and find it. My God, my crown. $3 million. Good night. Hello, police? Bloody good for nothing idiots. Where the hell is the crown? I'm sure the CIDs have got the crown. I want to know the whereabouts of the CIDs immediately. We did inquire about it. Then search every corner of America. They identify us. The moment they see us, they're gonna shoot us down. Are you afraid? I'll call Robert Redford at Chicago and tell him to handle this case. Boom. Good for nothing idiot. നമ്മളൊരു ക്രൗൺ ടി വി അവിടെ വാങ്ങിച്ചു വെച്ചിട്ട് 2 വർഷം തികഞ്ഞല്ലോ. അതിനിടയിൽ പിന്നെയും പുതിയൊരു ടിവിയോ? നോ. അമേരിക്കയിൽ മാസാമാസം പുതിയ തരത്തിലുള്ള ടി വി ഇറങ്ങുന്നതല്ലേ? TVC-ന്നോ KVC-ന്നോ? അപ്പൊ ഇപ്പോൾ ഉള്ള ക്രൗൺ ടി വി എന്ത് ചെയ്യും? കളയാനോ? എനിക്കൊന്നും അറിയാൻ മേല. സുനിതയും സംഗീതയും മാറി മാറി ഫോണിലൊരു പരാക്രമമായിരുന്നു. ഇപ്പൊ തന്നെ അച്ഛനോട് പറഞ്ഞു നോക്കൂന്ന് അവരെന്നോട് പറഞ്ഞേ. അപ്പൊ ക്രൗൺ എന്ത് ചെയ്യുന്നു പറ. ക്രൗൺ ടി വി മുത്തശ്ശന് കൊടുക്കുക അത്രേ. ഒന്നും പറ്റില്ല. ഒരു കാര്യം ചെയ്യട്ടെ, ആദ്യം ക്രൗൺ വിൽക്കാൻ പറ, ബാക്കി കാര്യം പിന്നെ. എന്തായാലും ശരി, ഞാൻ പറയുന്നത് കേൾക്കൂ. ഉടനടി ക്രൗൺ വിറ്റേ പറ്റൂ. ഹലോ, എന്തോന്നാ ഇത്? അവിടെ ആരും തല്ലാനും കൊല്ലാനും ഒന്നും വന്നില്ലല്ലോ. മരണം വെപ്രാളം പിടിച്ച് ഓടിയത് എന്തിന്? എവിടൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് എന്ന് ഞാൻ അന്ന് പറഞ്ഞപ്പോൾ നീ മൈൻഡ് ചെയ്തില്ല. ഇപ്പൊ മനസ്സിലായോ? നിനക്ക് മനസ്സിലായോന്ന്? മനസ്സിലായി. എന്ത് മനസ്സിലായി? നിനക്ക് വട്ടിന്റെ ആരംഭമായിരിക്കുന്നു എന്ന് മനസ്സിലായി. നീ പറഞ്ഞത് ശരിയാണ്. സത്യത്തിന്റെ ഭീവത്സമായ മുഖം കാണുമ്പോൾ ഒരു CIDക്ക് ഉത്തരവാദിത്വ ബോധത്തിന്റെ വട്ട് പിടിക്കും. സത്യത്തിന്റെ ബീഭത്സമായ മുഖം നീ എവിടെ കണ്ടു? എംബസി കെട്ടിടത്തിന്റെ ഇരുണ്ട കോണുകളിൽ നീ കണ്ടില്ലേ? ഇല്ല. ക്രൗൺ വിൽക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നത് നീ കേട്ടില്ലേ? ഗൗണ? ഗൗൺ അല്ലടാ, ക്രൗൺ. ക്രൗൺ എന്ന് പറഞ്ഞാൽ കിരീടം. ഉടനടി ക്രൗൺ വിൽക്കണമെന്ന് മേനോൻ ഫോണിൽ കൂടെ പറഞ്ഞ നീ കേട്ടില്ലേ? കിരീടത്തിന് ക്രൗൺ എന്നാണോ പറയുന്നത്? എടാ, കിരീടത്തിന്റെ ഇംഗ്ലീഷ് പേരാണ് ക്രൗൺ. നിന്റെ ഇംഗ്ലീഷ് പേരാണ് ക്ലൗൺ, കോമാളി. അതൊന്നും നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. കിരീടത്തിന് ക്രൗൺ എന്നാണ് പറയാമെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. അല്ലാതെ എനിക്കങ്ങനെ മനസ്സിലാവും? ഇതുപോലും അറിയാത്ത നീ പിന്നെ എന്തിനാ CID എന്ന് പറഞ്ഞ? ഞാനിപ്പോ തൽക്കാലം CID അല്ല. നീ പിന്നെ ഇവിടെ കാണാവുന്ന ടൂറിസ്റ്റാ? ടൂറിസ്റ്റാ. ഓഹോ, അത് ശരി. പക്ഷേ ഇത് ഞാൻ പിടിക്കും. വാ, എനിക്ക് പേരെടുക്കണം.
ഇന്ത്യ ഗവൺമെന്റ് എന്റെ പേരിൽ അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ വാരി വർഷിക്കുന്നത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നീ ആരെ പിടിക്കുമെന്നാ പറയുന്നത്? എടാ വിജയ, ദൈവം എനിക്ക് ബുദ്ധി മാത്രമല്ല വളരെയധികം ഭാഗ്യവും തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ അയാളുടെ കിങ്കരന്മാർക്ക് ഫോണിലൂടെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന സമയത്ത് കൃത്യമായി എനിക്ക് അവിടെ എങ്ങനെ എത്തിപ്പെടാൻ കഴിഞ്ഞു? നമ്മൾ കിരീടം കണ്ടുപിടിക്കുമെന്ന് അയാൾക്ക് ഉറപ്പായി. അതുകൊണ്ടാണ് അയാൾ കിരീടം വിൽക്കാൻ തീരുമാനിച്ചത്. കള്ളൻ കപ്പലിൽ തന്നെയായിരുന്നു. ഇപ്പൊ മനസ്സിലായോ? അയാൾ തന്നെയാണ് നമ്മളെ കൊല്ലിക്കാനും ശ്രമിച്ചത്. അപ്പൊ ഈ മേനോൻ തന്നെയാണോ ഈ പോൾ ബാർബർ? എടാ വിട്ടി, പിന്നല്ലാതെ വലിയ വലിയ കള്ളന്മാർക്ക് വളരെ വളരെ കള്ളപ്പേരുകൾ കാണും. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് അയാൾക്കറിയണം. എന്തിന്? നമുക്ക് ചെലവിന് കാശ് തരില്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? എടാ കയ്യിൽ കാശില്ലാതാകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നിർത്തിവെക്കില്ലേ? ഓഹോ, എന്നാൽ ഇപ്പൊ തന്നെ പോയി അയാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കാം. എടാ മണ്ട, എല്ലാ തെളിവുകളും ശേഖരിക്കാതെ അയാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്ത് തെളിവ്? നല്ല 4 ഇടി കൊടുത്ത തത്ത പറയും പോലെ അയാളെ കൊണ്ട് സത്യം പറയിപ്പിക്കാം. ഇത് ഇന്ത്യയല്ല. അയാൾക്ക് എന്തൊക്കെ സന്നാഹങ്ങളുണ്ടെന്ന് ആർക്കറിയാം? പിന്നെ എന്ത് ചെയ്യുന്ന നീ പറയുന്നത്? കക്കാൻ വന്നപ്പോ കമ്പി കൊണ്ട് അയാളുടെ മുതുകിന് താഴെ ഒരു മുറിവുണ്ടായിട്ടുണ്ട്. മാത്രമല്ല അയാളുടെ ഷർട്ടിന്റെ ഒരു കീറിയ കഷ്ണം തുണിയും നമ്മുടെ കയ്യിലുണ്ട്. 2 സുപ്രധാനമായ കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. ഒന്ന്, അയാളുടെ മുതുകിന് താഴെ കമ്പി കൊണ്ടൊരു മുറിവുണ്ടായിട്ടുണ്ടോ എന്നും നമ്മുടെ കയ്യിലുള്ള കഷ്ണം തുണിയുടെ ബാക്കി ഭാഗം അയാളുടെ കയ്യിലുണ്ടോ എന്നുമാണ്. ഇത് രണ്ടും അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ നമുക്ക് അയാൾ അറസ്റ്റ് ചെയ്യാം. ദ്രോഹി, രാജ്യത്തിന്റെ കാൽവരാൻ നടക്കുന്ന തെണ്ടി, രഘുപതി രാഘവ രാജാറാമും ജനഗണമനയും പാടുമ്പോൾ അറ്റൻഷനായി നിൽക്കുന്ന ഇയാൾ തന്നെയാണ് ചെയ്തെന്ന് ഓർക്കുമ്പോൾ വിജയ എനിക്ക് ഇപ്പൊ മുതൽ നമ്മൾ ഡ്യൂട്ടിയിലാണ്. വി ആർ സ്റ്റാർട്ടിംഗ് അവർ ഇൻവെസ്റ്റിഗേഷൻ. Yes. Okay. Yes.